ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് റോമാലേഖനം ആണ്. ഈ റോമാലേഖനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അത് ഗ്രഹിക്കത്തക്ക വിധത്തിൽ ആദ്യമേ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഭാഗം പഠിക്കുമ്പോഴൊക്കെയും അത് ഓർത്തുകൊള്ളണം. എന്താണ് റോമാലേഖനം? സാധാരണ നിലയിൽ റോമാലേഖനം എന്താണ്? നീതീകരണത്തെക്കുറിച്ച്, വിശ്വാസത്താലുള്ള നീതീകരണമാണ് അതിലെ പ്രധാന വിഷയം എന്ന് നാം പറയാറുണ്ട്. എങ്കിലും അതിൽ കൂടുതലായിട്ട് പിന്നെ അതിൽ എന്താണ് എന്ന് വിശദീകരിച്ച് പറയുവാൻ നാം അറിഞ്ഞിരിക്കണം. അതാണ് പഠനത്തിൻ്റെ ഉദ്ദേശം. ഈ റോമാലേഖനം സിസ്റ്റമാറ്റിക്കായിട്ട് അപ്പോസ്തലൻ എഴുതിയിട്ടുള്ളതാണ്. അത് അപ്പോസ്തലൻ എഴുതി എന്ന് പറയുന്നതിലും അധികം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തിന് അത് ഈ നിലയിൽ തിരുവചനമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് റോമാലേഖനം. ഈ റോമാലേഖനത്തിൻ്റെ ആരംഭത്തിൽ അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അത് അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള ദൈവസഭയ്ക്ക് തന്നെ പരിചയപ്പെടുത്തുകയും താൻ അവർക്ക് വ്യക്തിപരമായിട്ട് നൽകുന്ന ആശംസയുമാണ് കാണുന്നത്. അതിനെ തുടർന്ന് പിന്നെ താൻ ഈ ലേഖനം എഴുതുവാനുള്ള ഉദ്ദേശം എന്താണ്, അത് കഴിഞ്ഞ് അതിൻ്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 17 വരെ ഈ റോമാലേഖനത്തിൻ്റെ ഇൻട്രഡക്ഷനാണ്, മുഖവരയായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിലെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ റോമാലേഖനത്തിൻ്റെ ഹെഡിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൻ്റെ ഏത് വിഷയത്തെക്കുറിച്ചാണ് റോമാലേഖനം പരാമർശിക്കപ്പെടുവാൻ പോകുന്നത് എന്നുള്ളത് കാണിക്കുന്ന അതിൻ്റെ ഹെഡിങ്, തലക്കെട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന വാക്യമാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതാണ് 17-ാം വാക്യത്തിൽ നാം കാണുന്നത്. ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പിന്നീട് താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം അത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നതാണ്. ആ നീതീകരണം, അത് കഴിഞ്ഞ് ശുദ്ധീകരണം, വീണ്ടെടുപ്പ് ഇത്യാദി കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ പ്രധാന വിഷയം നീതീകരണമാണ്. അത് നീതീകരണം എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ പ്രവൃത്തിയാലുള്ള നീതീകരണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി നീതീകരിക്കപ്പെടണമെങ്കിൽ അവൻ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്നുള്ളതാണ്. എന്നാൽ പ്രവൃത്തിയല്ല, അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നീതീകരണം പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കി തരുന്നത്. 18-ാം വാക്യം മുതൽ ആ അധ്യായത്തിൻ്റെ ഒടുവരെയുള്ള 32-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ മുഴുവനും പ്രതിപാദിക്കുന്ന വിഷയം സകല മനുഷ്യരും പാപികളാണ് എന്ന് തെളിയിക്കുകയാണ്. സകല മനുഷ്യരും എന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അത് 3 കൂട്ടരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ആദ്യം പറയുന്നത് സാധാരണ ജനങ്ങൾ, സാധാരണ കാണപ്പെടുന്ന സകല ജനങ്ങളും സകല മനുഷ്യരും ഒരുപോലെ എല്ലാവരും പാപികളാണ് എന്നാണ് അതിൻ്റെ ആദ്യ ഭാഗത്തെ പറയുന്നത്. 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അതിനെ തുടർന്ന് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പ്രവേശിച്ചിട്ട് അതിൻ്റെ 16-ാം വാക്യം വരെ പറയുന്നത് ധാർമ്മികമായിരിക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ റിലീജിയസ് ആയിട്ട് ജീവിക്കുന്നവരായ മതഭക്തന്മാരെന്ന് അറിയപ്പെടുന്ന ആളുകൾ, അവരെ പൊതുവെ നോക്കുമ്പോൾ അവർ വലിയ കുഴപ്പക്കാരല്ല എന്ന് മനുഷ്യർക്ക് തോന്നാം, സൽപ്രവൃത്തികളൊക്കെ ചെയ്യുന്നവരാണെന്ന് തോന്നാം. എന്നാൽ അങ്ങനെയുള്ളവരും പാപികളാണ് എന്നാണ് ഇവിടെ പൗലോസ് തെളിയിച്ചിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ 17-ാം വാക്യം മുതൽ 2-ാം അധ്യായം 17 മുതൽ 3-21 വരെ പിന്നീട് പറയുന്നത് യഹൂദൻ എന്ത് വിശേഷത, യഹൂദനും പാപിയാണ്, അവനും ഒരു പ്രയോജനവുമില്ല, അവനും പാപത്തിൻ്റെ കീഴിലാണ്, അവനും വിശ്വാസത്താലുള്ള നീതീകരണം ആവശ്യമാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെ യഹൂദനും ജാതിയും രണ്ടും, സാധാരണ ജനങ്ങളെല്ലാം സകല മനുഷ്യരും ഒരുപോലെ പാപികളാണ് എന്ന് അതിൻ്റെ ആദ്യ ഭാഗത്ത് തെളിയിക്കുകയാണ്. ആ കാര്യം
വ്യക്തമായിട്ട് പറയുമ്പോൾ നമുക്കും അത് കാര്യം മനസ്സിലാകും. സത്യമാണ്, സകല മനുഷ്യരും പാപികളാണ്. പാപത്തിന് പ്രായശ്ചിത്തം ഉണ്ടായെങ്കിലേ മതിയാകുകയുള്ളൂ, അതിനൊരു പോംവഴികൾ ഉണ്ടെങ്കിലേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ആ പാപികളാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് 3:21 മുതൽ 22 മുതൽ പിന്നീട് പറയുന്നത് 5-ാം അധ്യായത്തിൻ്റെ ആ 23 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ നീതീകരണത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ നാം ഇന്ന് ചിന്തിക്കുന്നത് 21-ാമത്തെ വാക്യമാണ്. കഴിഞ്ഞ ദിവസം നാം 20 വാക്യം വരെ ചിന്തിക്കുകയുണ്ടായി. അത് സകല മനുഷ്യരും ദൈവസന്നദ്ധിയിൽ പാപികളാണെന്നുള്ള കാര്യം വിവരിച്ചു വരുന്നതിൻ്റെ തുടർമാനമായ ഭാഗമാണ് 21-ാം വാക്യം. അത് നമുക്ക് വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇവിടെ പറയുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അത് ഈ ലോക സൃഷ്ടി മുതൽ ഇങ്ങോട്ട് പ്രകൃതിയെ നോക്കിയാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയും. ആകാശത്തെ നോക്കിയാൽ, ആകാശവിധാനത്തെ നോക്കിയാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു മനസാക്ഷിയെ ദൈവം വെച്ചിട്ടുണ്ട്. ആ മനസാക്ഷിയിൽ കൂടി തന്നെ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ്, മാത്രമല്ല സാധാരണ ജീവജാലങ്ങളെപ്പോലെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യൻ അത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ആകയാൽ ദൈവികമായിരിക്കുന്ന ചില പ്രത്യേകതകൾ, കഴിവുകളൊക്കെ മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതാണ് മനുഷ്യന്റെ മനസാക്ഷി എന്ന് പറയുന്നത്. അവന്റെ വിവേകം, അവന്റെ ബുദ്ധി ഒക്കെ ദൈവം കൊടുത്തതാണ്. എന്നാൽ അതിനെ വകവയ്ക്കാതെ, അതിനെ വിട്ടുകളഞ്ഞ്, ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് മനഃപൂർവ്വമായിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും, അതാണ് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ സ്വന്തം വിചാരങ്ങളിൽ, സ്വന്തം നിരൂപണങ്ങളിൽ, സ്വന്തം ചിന്താഗതികളിൽ അവര് വ്യർത്ഥരായിട്ട് തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ്. വിവേകമില്ലാതെ അവരുടെ സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും ഊന്നി ദൈവത്തിന്റെ വചനത്തിലോ ദൈവിക വാക്കുകളിലോ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന അവന്റെ മനസാക്ഷിയെയോ അവർ ആലോചിക്കാതെ, അതിനെ പരിഗണിക്കാതെ മനുഷ്യൻ സ്വന്തം വിവേകത്തിലും ബുദ്ധിയിലും തിരിഞ്ഞ് അവർ സ്വയമായിട്ട് ചിന്തിക്കുവാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ചും ദൈവം എവിടെയെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെ ചിന്തിച്ചു. അങ്ങനെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം ഇരുട്ടായിപ്പോയെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് അതില്? അവൻ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാനാണ്? യാതൊന്നും മനസ്സിലാക്കുവാൻ കഴിയാത്തവനായിട്ട് അവൻ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് ബുദ്ധിയും അതുപോലെ വിവേകവും മനസാക്ഷിയും എല്ലാം ഉണ്ട്. പക്ഷേ പാപനിമിത്തം ആണ് വിവേകമില്ലാതായിപ്പോയത്. അതിനാൽ അവരുടെ ചിന്തകളിലും നിരൂപണങ്ങളിലും അവര് ദൈവത്തെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിച്ചു, ദൈവം എങ്ങനെയുള്ളവനാണ് എന്ന്. അങ്ങനെയുള്ള അവരുടെ കണ്ടുപിടുത്തമാണ് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിൽ ദൈവമുണ്ട് എന്നുള്ള ചിന്ത, അതാണ് മനുഷ്യന്റെ ചിന്താഗതി. വിവേകമില്ലാത്ത അവരുടെ ചിന്ത വിഗ്രഹാരാധനകളായി മാറി. അങ്ങനെ അവര് വിഗ്രഹാരാധികളായിട്ട് തീർന്നു എന്നുള്ളത് കാണാം. നമുക്കറിയാം, ആരംഭകാലം മുതലേ മനുഷ്യൻ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന അവസ്ഥ. അത് 22-ാം വാക്യത്തിൽ തുടർന്ന് പറയുകയാണ്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഇന്നത്തെ യുക്തിവാദികളെ സംബന്ധിച്ച് നാം നോക്കിയാലും അവർ വളരെ ജ്ഞാനികളാണെന്ന് നമുക്ക് തോന്നാം. അവരുടെ വിവേകം, അവരുടെ യുക്തി അനുസരിച്ച് സംസാരിക്കുന്ന അവരുടെ കാര്യങ്ങളെ കേൾക്കുമ്പോൾ, യുക്തിക്കനുസരിച്ചുള്ള അവരുടെ വാദപ്രതിവാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം അവർ വളരെ ബുദ്ധിമാന്മാരാണെന്ന്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവര് മൂഢന്മാരായി പോയി എന്നാണ്.
ജ്ഞാനികളെന്ന് അവർ പറയുന്നുവെങ്കിലും അവർ മൂഢന്മാരായിപ്പോയി എന്നാണ്. എന്താ ഇതിന് കാരണം? ദൈവത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം ഇല്ല എന്ന് പറയുന്നവൻ ആരാണ്? മൂഢനാണ്. മൂഢൻ പറയുന്ന കാര്യമാണ് ദൈവമില്ല എന്നുള്ളത്. ദൈവമില്ലെങ്കിൽ അവൻ എങ്ങനെ ഉണ്ടായി? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ ആകാശം എങ്ങനെ ഉണ്ടായി? ഇതിലെ അസംഖ്യമായിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങൾ എങ്ങനെ ഉണ്ടായി? ഇതൊന്നും ഇന്നുവരെയും ആർക്കും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ അവന്റെ ബുദ്ധിയിൽപ്പെട്ട നിരൂപണങ്ങളല്ലാതെ ചിന്താഗതിയിൽപ്പെട്ട ചില നിരൂപണങ്ങൾ അല്ലെങ്കിൽ ചില ആലോചനകൾ, അഭിപ്രായങ്ങൾ അങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്തയല്ലാതെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണത്താൽ അവരെ മൂഢന്മാരായി തീർന്നതിന്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു എന്നാണ് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്. 23-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ പക്ഷി, നാൽക്കാലി, അവര് മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. നോക്കുക, ഇവിടെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ദൈവം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അക്ഷയനായ ദൈവത്തിന്റെ ആ തേജസ്സിനെ അവര് മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിയത്. അപ്പോൾ അക്ഷയനായ ദൈവം എന്ന് പറയുമ്പോൾ ആരാണ് അക്ഷയനായ ദൈവം? അതിനെക്കുറിച്ച് പൗലോസ് തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ അക്ഷയനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം നമുക്കവിടെ കാണാൻ കഴിയും. അത് 1 തീമോത്തിയോസ് 6:16 അവിടെ നാം വായിക്കുന്നത്, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ എന്നാണ്. അവനാരാണ്? ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവുമാണ്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആ ദൈവത്തെക്കുറിച്ചല്ലെങ്കിൽ ഈ അക്ഷയനായ ദൈവം, തേജോമയനായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, മനുഷ്യനാരും കണ്ടിട്ടില്ലാത്ത ദൈവം, കാണുവാനൊട്ട് കഴിയാത്തവനുമായ ദൈവത്തെ എങ്ങനെ മനുഷ്യന്, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയെ പോലെയാണ് ഇരിക്കുന്നതെന്ന് എങ്ങനെ മനുഷ്യന് കണ്ടെത്തുവാൻ കഴിയും? അത് വെറും നിരൂപണമാണ്, തോന്നലുകളാണ്. അതവന്റെ മൂഢചിന്താഗതിയിൽ വന്നുപോയിട്ടുള്ള ചിന്തകൾ മാത്രമാണ്. ദൈവത്തെ അതിൻ്റെ ഉള്ള അവസ്ഥയിൽ, അവന്റെ തേജസ്സിൽ, അവന്റെ മഹത്വത്തിൽ കാണുവാൻ കഴിയാതെ അവരുടെ സ്വന്തം നിരൂപണത്തിൽ അവർ ദൈവത്തെ ഇങ്ങനെയുള്ള ആ മനുഷ്യൻ, മറ്റ് ജീവജാലങ്ങൾ, ഇഴജാതികൾ എന്നിവയെ പോലെയാണെന്ന് അവരുടെ മൂഢചിന്തകളിൽ അവരെ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ ജ്ഞാനികൾ അഥവാ ലോകജ്ഞാനികൾ, ഫിലോസഫേഴ്സ്, അവര് തത്വജ്ഞാനികൾ, അവര് പോലും ലോകത്തിലെ ഏറ്റവും വലിയ തത്വജ്ഞാനികളായിട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നവരാണ് ഏതൻസിൽ ഉണ്ടായിരുന്ന തത്വജ്ഞാനികൾ. അവരെ സംബന്ധിച്ച് നമുക്കറിയാം, പൗലോസ് ഏതൻസ് സന്ദർശിച്ചു തൻ്റെ മിഷണറി യാത്രയിൽ. താൻ അവിടെ ചെല്ലുമ്പോൾ ഏതൻസില് താൻ അവിടെ ചുറ്റി നടന്നു പട്ടണത്തില്. അപ്പോൾ എണ്ണിക്കൂടാത്ത അസംഖ്യം വിഗ്രഹങ്ങളെ കൊണ്ട് പട്ടണം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി നടന്ന് ചെല്ലുമ്പോൾ ഒരു വേദിക്കല്ല് കണ്ടു. അതിന് പേരില്ല, അത് ഏത് ദേവനാണെന്ന് അതിൻ്റെ പേരെഴുതിയിട്ടില്ല. അവിടെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് അജ്ഞാത ദേവൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള നമ്മുടെ ജനത്തിൻ്റെ ഈ ഇന്ത്യയിൽ താമസിക്കുന്ന ജനവർഗം അവര് ആരാധിച്ചു വരുന്ന 33 കോടി ദൈവങ്ങൾ, അത് കല്ലിലും മുള്ളിലും തുരുമ്പിലും എല്ലാം ദൈവമാണെന്ന് കണക്കാക്കി അതിലൊക്കെയും അതിനെ എല്ലാം ദൈവമായിട്ട് കരുതി കഴിയുന്ന ഒരു ചിന്താഗതിക്കാരാണ് അങ്ങനെയുള്ളവർ. അതേ ചിന്തകൾ തന്നെയായിരുന്നു തത്വജ്ഞാനികളായിരുന്ന ഏതൻസിലുണ്ടായിരുന്ന ആളുകൾക്കും
അത് ഗ്രീക്ക് പുരാണം വായിക്കുമ്പോൾ ഏകദേശം അത് ഹിന്ദു പുരാണം പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് പഴയ കാലത്തെ തപസ്സികൾ അല്ലെങ്കിൽ സന്യാസിമാർ അവർ ജ്ഞാനികളാണെന്ന് സാധാരണ ജനങ്ങൾ ചിന്തിക്കാറുണ്ട്. അവര് എങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിച്ചു പോന്നുവോ അതുപോലെ തന്നെ തത്വജ്ഞാനികൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന ലോകത്തിലെ ഏതൻസിലുള്ള ഫിലോസഫേഴ്സ്, തത്വജ്ഞാനികള്, വലിയ വാഗ്വൈഭവമുള്ളവര്, അവര് സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ മുതലായിരിക്കുന്ന വലിയ തത്വജ്ഞാനികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവരൊക്കെയും ഈ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച്. അങ്ങനെ ഈ വക കാര്യങ്ങളിലേക്ക് അവര് തിരിഞ്ഞുപോയി എന്ന് കാണാം. ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈജിപ്തുകാരെ സംബന്ധിച്ച് അവരാണ് സുകുമാര കലകളൊക്കെ ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളുകൾ എന്ന് പറയപ്പെടാറുണ്ട്. വാനശാസ്ത്രം, ഗണിതശാസ്ത്രമൊക്കെ ആരംഭിച്ചത് ഈജിപ്തിൽ നിന്നാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. അത് അങ്ങനെ ചരിത്രത്തിൽ നാം പഠിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഉപജ്ഞാതാക്കൾ ജൂലിയൻ കലണ്ടർ എന്ന് നാം ഉപയോഗിക്കുന്ന ആ കലണ്ടറിന്റെ ഉപജ്ഞാതാവ് ഇതൊക്കെ ഈജിപ്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈജിപ്തുകാരായിരിക്കുന്ന ഈ ആളുകൾ, ഇവയൊക്കെ കണ്ടുപിടിക്കുവാൻ കഴിവുള്ള ജ്ഞാനികൾ, അവരാരാധിക്കുന്നത് ആരെയാണ്? അവര് കൃഷി ചെയ്യുന്ന ഉള്ളി, ഓനിയൻ, അതവരുടെ ദൈവമാണ്. അതുപോലെ കാള, ഉഴുതുമറിക്കുന്ന കാള, അതവരുടെ ദൈവമാണ്. ഇങ്ങനെ സസ്യങ്ങള്, മറ്റ് മൃഗങ്ങള്, ഇവയൊക്കെ ദേവന്മാരായിട്ട് കണക്കാക്കി അതിനെ ആരാധിക്കുന്ന, അതിൻ്റെ മുമ്പിൽ കുമ്പിടുന്ന ആ ആളുകളായിട്ടാണ് ഈ വലിയ ജ്ഞാനികളെ നാം കാണുന്നത്. അപ്പോൾ ഒരു വശത്ത് അവര് ലോകപ്രകാരം ജ്ഞാനികളെന്ന് ജനം പറയുമ്പോൾ, ദൈവം പറയുന്നില്ല, ജനങ്ങൾ വിധി എഴുതുമ്പോൾ അവര്, ദൈവം തന്നെ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ ജ്ഞാനികൾ എന്ന് വെച്ച് ഭോഷന്മാരായിട്ട് തീർന്നു എന്നാണ്. അപ്പോൾ അമേരിക്കയിൽ താമസിച്ച പൂർവികന്മാരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. നേരത്തെ അമേരിക്ക ബ്രിട്ടീഷുകാര് ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടികയറുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന റെഡ് ഇന്ത്യൻസ് എന്ന പേരായ പൂർവികന്മാരായിരിക്കുന്ന അമേരിക്കൻസ്, അവര് ഇപ്പോഴും ചില ഭാഗങ്ങളിൽ, ഉൾഭാഗങ്ങളിലേക്ക് മാറി അവര് ചില ഗ്രൂപ്പുകളുണ്ട്. അവരാരാധിക്കുന്നത് പ്രകൃതിയെയാണ്. ഇടിമിന്നൽ ദൈവമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇടിയും മിന്നലും അതിനെ ദൈവമായിട്ട് കണക്കാക്കി ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ അവർ നിലത്ത് വീണ് കുമ്പിട്ട് അതിനെ ആരാധിക്കുന്നു. അതുപോലെ ചൈനക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം, അവര് പിശാചുക്കളെയും ഭൂതങ്ങളെയും അതുപോലെ ഡ്രാഗൺ, വലിയ സർപ്പം, അതിനെയൊക്കെ ആരാധിക്കുന്നവരായിട്ട് നാം കാണുന്നുണ്ട്. ഇങ്ങനെ സകലത്തെയും, നിസാരമായ പുഴു വരെ, അതിലെല്ലാം ദൈവമുണ്ട്, അത് ദൈവമാണെന്ന് പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്ന ആളുകൾ. എത്ര വിഡ്ഢിത്തമായിട്ട് നമുക്കത് തോന്നാം. ഇങ്ങനെ ലോകം മുഴുവനും അവരുടെ ലോകജ്ഞാനത്താൽ, ദൈവത്തെ അറിയായികയാൽ വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് 1 കൊരിന്ത്യർ 1:21 നാം വായിക്കുന്നത്. ജ്ഞാനികൾ ജ്ഞാനത്തിൻ്റെ പുറകെ പോയി ഒടുക്കം ചെന്ന് പടുകുഴിയിൽ അവർ ഭോഷന്മാരായി, വിഡ്ഢികളായിട്ട് വീണുപോയി. എന്നാൽ വെറും നിസ്സാരരായിരിക്കുന്ന സാധുക്കളായ ആളുകളെ ദൈവം, ലോകത്തിന്റെ ജ്ഞാനികൾക്ക് ഇത് ഭോഷത്വമാണെന്ന് തോന്നുന്ന സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രൂശിൽ സ്വന്തം ശരീരത്തെ യാഗമാക്കി തീർത്തുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വയം യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയും മരിച്ചിട്ട് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശുക്രിസ്തുവിന്റെ മരണത്താലുള്ള വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണത്തെ സുവിശേഷിക്കുന്ന ആ സുവിശേഷം, അത് ലോകത്തിൽ ഭോഷത്വമാണെന്ന് ചിലർക്ക് തോന്നാമെങ്കിലും ആ ഭോഷത്വം,
അത് വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ച് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അനേകരെ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മുക്കുവന്മാരായിരുന്ന 12 ശിഷ്യന്മാരെ ആണ് കർത്താവ് അവരെ തിരഞ്ഞെടുത്തത്. അവർക്ക് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുവാനുള്ള ജ്ഞാനം ദൈവം നൽകി. അവര് ലോകത്തിന്റെ ജ്ഞാനം അനുസരിച്ചല്ല ദൈവത്തെ അംഗീകരിച്ചത്. ലോകത്തിന്റെ ജ്ഞാനം കൊണ്ടല്ല ആരും ദൈവത്തെ മനസ്സിലാക്കുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും. ദൈവം നൽകുന്ന ജ്ഞാനം കൊണ്ടാണ്, ദൈവം തരുന്ന വിവേകം കൊണ്ടാണ് ദൈവത്തെ അറിയുവാനായിട്ട് മനുഷ്യന് സാധിക്കുന്നത്. അതാണ് നാം കാണുന്നത്. 24 വാക്യത്തിൽ വരുമ്പോൾ, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയാതെ തെറ്റിപ്പോയ ആളുകൾ, അതായത് അക്ഷയനായ ദൈവത്തെ മൃഗവും ഇഴജാതിയൊക്കെ ആയിട്ട് കണക്കാക്കിയ മനുഷ്യന്റെ പോഷത്വത്തെ, മനുഷ്യന്റെ ഹൃദയത്തിലെ ആ ചിന്താഗതിയെ ദൈവം ശാസിക്കുകയും അവരങ്ങനെ തൻ്റെ മഹത്വത്തെ മൃഗത്തിന് തുല്യമായി, ഇഴജാതിക്ക് തുല്യമായി, നിസാര ജന്തുക്കൾക്ക് തുല്യമാക്കി മാറ്റിക്കളഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരുടെ ബുദ്ധിയെ മാറ്റിക്കളഞ്ഞു, അവരുടെ വിവേകത്തെ ശൂന്യമാക്കി കളഞ്ഞു. അത് നിമിത്തം അവർക്ക് എന്തു സംഭവിച്ചു എന്നാണ് 24 വാക്യത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇന്ന് ഇത് നമുക്കറിയാം. പഴയ കാലത്ത് സോദോമ്യരായിരുന്നു അത് ആ പാപം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൽ ഉടനീളം സകല രാജ്യങ്ങളിലും ഈ പാപം വർദ്ധിച്ചു വരികയാണ്. ഇത് അന്നൊരു ചെറിയ സ്ഥലത്ത് മാത്രം ഈ പാപം ചെയ്തു. അതിന്റെ ഫലമായിട്ട് ദൈവം ദേശത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ലോത്തിനെയും കുടുംബത്തെയും മാറ്റിയിട്ട് ബാക്കി എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. ആ നശിപ്പിച്ചു കളഞ്ഞത് ഇന്നത്തെ ആളുകൾ കാണത്തക്ക വിധത്തിൽ അവർക്കൊരു ജ്ഞാപകമായിട്ട്, ഒരു കാഴ്ചവസ്തുവായിട്ട് ലോകത്തിന്റെ മധ്യഭാഗത്ത് ഇന്നും അത് ശൂന്യമാക്കി ഇട്ടിരിക്കുകയാണ്. ആർക്കും ആ പ്രദേശം കാണാം. അത് ഇന്നും ശൂന്യമായിട്ട് അത് ഇതാ കിടക്കുന്നു. അവിടെങ്ങും ഒന്നും മുളയ്ക്കുകയോ അവിടെ ആളുകൾക്ക് താമസിക്കുകയോ ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ വെറും ഊഷര ഭൂമിയായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നും അവിടെ ഗന്ധകം കത്തിക്കൊണ്ടിരിക്കുന്നു. അവിടങ്ങളിൽ മണ്ണിന്റെ അടിയിൽ മാത്രമല്ല, അധിക ഭാഗവും അത് ഡെഡ് സീ ആയിട്ട് മാറിക്കഴിഞ്ഞു. അതില് യാതൊരു ജീവജാലങ്ങൾക്കും അതിൽ ജീവിക്കുവാനായിട്ട് കഴിയാത്ത വിധത്തിൽ അത് അത്രയ്ക്ക് ദൈവം നശിപ്പിച്ചു കളഞ്ഞു. അതിന്നും ഭൂമിയുടെ മധ്യഭാഗത്ത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കാണത്തക്ക വിധത്തിൽ ഇന്നും അത് ശേഷിപ്പിച്ചു വച്ചിരിക്കുകയാണ്. കണ്ടുകൊള്ളുക, നിങ്ങൾ ആ തരത്തിലുള്ള പാപങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടാകും എന്ന് കാണിക്കുകയാണ്. ലോകം ഒടുവിൽ നശിക്കുവാൻ പോകുന്നത് ദൈവം സ്വർഗത്തിൽ നിന്നും അയക്കുന്ന അഗ്നി കൊണ്ടാകുന്നു എന്ന് നമുക്കറിയാം. അതിനായിട്ട് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ ശിക്ഷാവധി ഏറ്റുവാങ്ങുവാനായിട്ട് ഇന്ന് ലോകത്തിലെ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പാപം ഇങ്ങനെ അധികമായിട്ട് വർദ്ധിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 25 വാക്യത്തിൽ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് സൃഷ്ടാവാണ്. അവനാണ് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവാണ്. എന്നാൽ ആ സൃഷ്ടാവിനെ വെറും സൃഷ്ടിയാക്കി തീർത്തു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു എന്നാണ്. എന്നിട്ട് ദൈവത്തിന്റെ സത്യം
ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു എന്നാണ്. എന്താണ് ദൈവത്തിന്റെ സത്യം? ദൈവത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ദൈവത്തിന്റെ സത്യം എന്ന് പറഞ്ഞാൽ? യോഹന്നാൻ 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏകസത്യദൈവമായ നിന്നെയും. ഏകസത്യദൈവം എന്താണ് സത്യം? അത് ദൈവമാണ്. ഏകസത്യദൈവം, പിതാവായ ദൈവം, അതാണ് സത്യമെന്ന് പറഞ്ഞാൽ. പിന്നെ നാം വീണ്ടും വായിക്കുന്നുണ്ട്, കർത്താവ് പറയുന്നത് തന്നെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാനാണ് സത്യം എന്ന് കർത്താവ് പറയുന്നു. പിതാവായ ദൈവം സത്യമാണെന്ന് കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാനാണ് സത്യം, ഞാൻ തന്നെ സത്യം എന്ന് അവൻ പറയുന്നു. ഇനിയും പിതാവ് സത്യം, പുത്രൻ സത്യം. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചോ കർത്താവ് പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും എന്നാണ്. അപ്പോൾ ആത്മാവ് സത്യം ആണ്, സത്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ സത്യമെന്ന് പറയുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒന്നാമത്തെ സത്യം പിതാവായ ദൈവമാണ്. 2 പുത്രനായ യേശു ക്രിസ്തുവാണ്. 3 പരിശുദ്ധാത്മാവാണ് സത്യം. ഇനിയുമുണ്ട് തിരുവെഴുത്തിൽ സത്യമെന്ന് പറഞ്ഞാൽ. യോഹന്നാൻ 17-ന്റെ 17 വായിക്കുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ദൈവവചനം സത്യമാണ്. ദൈവവചനം അത് സത്യമാകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. അപ്പോൾ വാസ്തവത്തിൽ സത്യമെന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവായ ദൈവവും കർത്താവായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും അവനാൽ നൽകപ്പെട്ട ദൈവത്തിന്റെ വചനവുമാണ് സത്യം. അതിനപ്പുറത്തേക്ക് വേറൊന്നും സത്യമായിട്ട്, പ്രധാന സത്യം ഇതാണ്, യഥാർത്ഥ സത്യം അതാണ്. ആ സത്യത്തെ വിട്ടിട്ട് അവരെ, ആ യഥാർത്ഥ സത്യത്തെ, ദൈവത്തിന്റെ സത്യത്തെ അവരെ വ്യാജമാക്കി കളഞ്ഞു എന്നാണ്. ദൈവത്തിന്റെ സത്യം യേശു ക്രിസ്തു ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിക്ക്, ലോകത്തിലുള്ള ഏതൊരു വ്യക്തിക്കും അവന് യഥാർത്ഥ സത്യം കണ്ടെത്തണമെങ്കിൽ ഞാൻ തന്നെ സത്യമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരാതെ അവന് സത്യം കണ്ടെത്തുവാൻ കഴിയുന്നതല്ല. അപ്പോൾ സത്യത്തെ, ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി കളഞ്ഞു. അവനെ ദൈവമായിട്ട് അംഗീകരിക്കാതെ അവനെ തിരസ്കരിച്ചത് ആണ് ദൈവത്തിന്റെ സത്യത്തെ വ്യാജമാക്കി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചതാണ് സത്യത്തെ വ്യാജമാക്കി കളഞ്ഞത്. അതിന് പകരം അവര് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞുപോയി. അവരുടെ ബുദ്ധി അസാധുവായിട്ട് തീർന്നു എന്ന് കാണാൻ കഴിയും. ഇവിടെ ഈ സത്യം നിങ്ങൾ അറിയുകയും, അതായത് ദൈവത്തെക്കുറിച്ചുള്ള സത്യം നിങ്ങൾ അറിയുകയും, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യം നിങ്ങൾ അറിയുകയും, കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ സത്യമാണ്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 8:32. അപ്പൊ ഈ സത്യത്തിന് സാക്ഷി നിൽക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ലോകത്തിലേക്ക് വന്നത്. പീലാത്തോസിനോട് പറഞ്ഞത് അതാണ്, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാനുമായിട്ട് വന്നവനാണ്. പീലാത്തോസ് അന്നേരം ചോദിച്ചു, സത്യമെന്നാൽ എന്ത്? കാരണം പീലാത്തോസിന് അറിയയില്ല എന്താണ് സത്യമെന്ന്. അതുപോലെ ലോകത്തിലെ അനേക ആളുകൾക്കും ഇന്നറിയയില്ല എന്താണ് സത്യം. ആ സത്യത്തെ തിരിച്ചറിയുവാൻ കഴിയാത്തവരായിട്ട് വ്യാജത്തിലേക്ക് തിരിഞ്ഞു. അവർ അതിനെ, സത്യത്തെ അവർ വ്യാജമാക്കി തീർത്തു എന്നാണ് നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച്. എന്നാൽ ദൈവപുത്രൻ വന്നു എന്നും
സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിലും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലും തന്നെ ആകുന്നു. യേശുക്രിസ്തു അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അതാണ് യോഹന്നാൻ തന്റെ 1-ാമത്തെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത്. ആ സത്യത്തെ നാം അറിയുക. അതാണ് ഇവിടെ ആ സത്യത്തെ അവര് വ്യാജമാക്കുകയും ത്യജിച്ചു കളയുകയും ചെയ്തത് തന്നെയാണ് മനുഷ്യന് സംഭവിച്ച ഏറ്റവും വലിയ തോൽവിയും പാപവും. അവൻ പാപത്തിലകപ്പെടുവാൻ ഇടയായി അങ്ങനെ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ആ സത്യത്തിന്റെ വിപരീതമാണ് ഭോഷ്ക് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ വിപരീത പദമാണ്. അപ്പോൾ ആ ഭോഷ്ക് ആണ് ഇന്ന് ആളുകൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് സാത്താൻ ഈ ലോകത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭോഷ്ക് വിശ്വസിക്കുമാർ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ മനുഷ്യർ യഥാർത്ഥ സത്യത്തെ അവരെ വ്യാജമാക്കി കളഞ്ഞു, വിഗ്രഹാരാധികളായി തീർന്നു. 26 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ സകലവിധമായിരിക്കുന്ന പാപങ്ങളുടെ ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ ഇന്ന് ഈ ലോകത്തിൽ ചെയ്യുന്ന സകലവിധ പാപങ്ങളുടെയും പട്ടിക ആ വാക്യം 26 മുതൽ 31 വരെയുള്ള ആ വാക്യങ്ങളിൽ പറയുന്നത് പലവിധ പാപങ്ങളെ കുറിച്ചുള്ള പട്ടികയാണ്. അവിടെ നോക്കിയാൽ അറിയാം. അത് ഏതാണ്ട് 17 കൂട്ടം പാപങ്ങളെ കുറിച്ചാണ് ആ 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. എന്നിട്ട് അതിന്റെ ഒടുക്കം പറയുകയാണ് 32-ാം വാക്യത്തിൽ, ഈ വക പ്രവർത്തിക്കുന്നവർ, അതായത് ഇന്ന് ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാപങ്ങളും, എല്ലാ തരത്തിലുള്ള പാപങ്ങളും, ഈ വക പ്രവർത്തിക്കുന്നവർ അവരാരാണ്? മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. ദൈവവചനം വളരെ സ്പഷ്ടമായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് അവരിതെല്ലാം അറിഞ്ഞിട്ടും അവര് ചെയ്യുന്നതെല്ലാം പാപമാണെന്ന് അവർക്ക് നന്നായിട്ട് ബോധ്യം വന്നിട്ടും ഈ വക പ്രവർത്തിക്കുന്നവർക്ക് ശിക്ഷാവധിയുണ്ട്, മരണയോഗ്യരാണവര് എന്നുള്ള ദൈവത്തിന്റെ ന്യായത്തെ അവര് അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിച്ചുകൊണ്ടേ പോകുകയാണ് തുടർന്നും. ഇന്ന് എത്രയോ ക്രിസ്ത്യാനികൾ തന്നെ, ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നവർ തന്നെ പാപത്തിൽ നിന്ന് പിന്തിരിയാതെ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവര് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ വക കാര്യങ്ങളിൽ തുടർന്നു പോയാൽ, പാപത്തിൽ തുടർന്നുകൊണ്ടേ ഇരുന്നാൽ അതിന് അവർ ശിക്ഷയുണ്ടെന്നും അവര് മരണയോഗ്യരാണെന്നും അവര് അറിഞ്ഞിട്ടും അവയെ തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ട് പോവുക മാത്രമല്ല, പിന്നെയോ പ്രവർത്തിക്കുന്നവരിൽ അവർക്ക് തുടർന്ന് പ്രവർത്തിക്കണമെങ്കിൽ അവരോടൊപ്പം പ്രവർത്തിക്കുന്ന വേറെ ആളുകൾ വേണമല്ലോ. അവര് സഹകരിക്കണമെങ്കിൽ അവരോട് സഹകരിക്കുന്ന അത്തരത്തിലുള്ള പാപികൾ വേണമല്ലോ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരത് പ്രവർത്തിക്കുക മാത്രമല്ല, അത് പ്രവർത്തിക്കുന്നവരിൽ അവര് പ്രസാദിക്കുക കൂടി ചെയ്യുന്നത്. അപ്പം മരണയോഗ്യരായ ഇത്തരത്തിലുള്ള ആളുകൾ അവർ പാപത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ പാപം ചെയ്യുന്നവരിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രസാദമാണ്, അവരെ ഇഷ്ടമാണ്. അവരുടെ ജീവിതം, അവരുടെ പാപത്തിലുള്ള ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകാനായിട്ട് മറ്റുള്ളവരും അതേ പാപികളായി തീരണം, പാപത്തിൽ തുടരണം എന്നുള്ളതാണ് അവർക്ക് ആഗ്രഹം. അവരതിൽ പ്രസാദിക്കുന്നു, സന്തോഷിക്കുന്നു. അതാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനാർക്കും പ്രതിവാദം പറയുവാൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതങ്ങനെ അല്ല എന്ന് പറയാൻ കഴിയുന്നതല്ല. ഇന്ന് ലോകത്തിൽ പഴയ കാലത്തേക്കാൾ അധികം, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ അത് നോഹയുടെ കാലം പോലെയായിത്തീരുമെന്നും
ലോത്തിന്റെ കാലം പോലെയായി തീരുമെന്നും എഴുതിയിരിക്കുന്നു. ഒരുപക്ഷെ അതിലും അധികമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നോഹയുടെ കാലത്തേക്കാൾ അധികം, ലോത്തിന്റെ കാലത്തേക്കാൾ അധികം ഇന്ന് ലോകത്തിൽ പാപം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അങ്ങോട്ട് ലോകം മുന്നോട്ടുണ്ടെങ്കിൽ എത്രമാത്രം പാപം അധികമായിട്ട് വർദ്ധിക്കും എന്നുള്ളത് ഭയാനകം തന്നെയാണ്. അങ്ങനെ റോമാലേഖനം 1:18 മുതൽ 32 വരെയുള്ള ഈ വാക്യങ്ങളിൽ സാധാരണ മനുഷ്യർ, സാധാരണ നാം കാണുന്ന എല്ലാ മനുഷ്യരും അവരെല്ലാം പാപികളാണെന്നും അവര് മരണയോഗ്യരാണെന്നും ദൈവത്തിന്റെ ന്യായവിധിക്ക് അവര് വിധേയരാണെന്നും നാം അറിയുന്നു. അപ്പോൾ ആ 32-ാമത്തെ വാക്യത്തോടു കൂടി 1-ാം അധ്യായം അവസാനിക്കുകയാണ്. നാം ഈ 1-ാം അധ്യായത്തില് എന്താണ് കണ്ടതെന്ന് നാം ഓർത്തിരിക്കണം. 1-ാം അധ്യായം നാം ഇങ്ങനെ ചിന്തിച്ചു. പക്ഷേ അപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ റോമാലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ എന്താ പറയുന്നത് എന്നുള്ളത് മനസ്സിൽ കൂടി ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതായിരിക്കും, അത് ഓർത്തിരിക്കുവാൻ വേണ്ടി. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശുദ്ധ രേഖകളിൽ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെയാണ് വിശുദ്ധ രേഖകൾ എന്ന് പറയുന്നത്. അവിടെ പഴയ നിയമത്തിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന സുവിശേഷത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനാണ് പൗലോസ്. പഴയ നിയമത്തിൽ ഒരു സുവിശേഷമുണ്ട്, അത് മറഞ്ഞു കിടക്കുന്നതാണ്. ആ മറഞ്ഞു കിടന്ന സുവിശേഷത്തിന്റെ മർമ്മം ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പോസ്തലനായ പൗലോസാണ്. ആ മറഞ്ഞു കിടന്ന മർമ്മത്തെ ലോകത്തിന്, ജാതികളുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി പഴയകാലത്തെ വിശുദ്ധ രേഖകളിൽ ദൈവം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത ആ സുവിശേഷത്തിനായിട്ട് വിളിച്ച് വേർതിരിച്ച അപ്പോസ്തലനാണ് പൗലോസ്. അങ്ങനെയാണ് പൗലോസ് റോമിലുള്ള വിശ്വാസികളെ തന്നെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ പൗലോസ് അതാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, എന്താണ് പൗലോസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, അതതിന്റെ 5-ാം വാക്യത്തിലുണ്ട്. അത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട ക്രിസ്തുവാണ് എന്റെ സുവിശേഷം. അതാണ് എന്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നു. ആ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തു വന്ന് എന്ത് ചെയ്തു എന്നുള്ളതുമാണ് എന്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുന്നു. 2-ാമത്തെ കാര്യം, ഈ സുവിശേഷം അറിയിക്കുന്നതിൽ, ഈ കാര്യം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയുന്നു. അതിന്റെ കാരണവും പറയുന്നുണ്ട്. അതെന്താണ്? വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പം നാം നോക്കണം, റോമാലേഖനം എങ്ങനെ ആരംഭിക്കുന്നു, അത് എന്ത് പറഞ്ഞു തുടങ്ങുന്നു ഇത്യാദി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ ഓർത്ത് വന്നാൽ നമുക്കത് മറന്നു പോകാതെ എപ്പോഴും ഓർമ്മയിലിരിക്കും. അപ്പോൾ പൗലോസ് പറയുന്ന ആ സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല, അത് രക്ഷയ്ക്കായി ദൈവശക്തിയായതുകൊണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ദൈവത്തിന്റെ നീതി അത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. ആ ദൈവത്തിന്റെ നീതി വിശ്വാസത്തിൽ തുടങ്ങി, വിശ്വാസത്തിൽ തുടർന്ന്, വിശ്വാസത്തിൽ അവസാനിക്കുന്നു. ഒരു വിശ്വാസി വിശ്വാസത്താൽ വീണ്ടും ജനിക്കുന്നു, വിശ്വാസത്താൽ അവൻ ജീവിക്കുന്നു, വിശ്വാസത്തിൽ അവൻ മരിക്കുന്നു. അതാണ് ആ വിശ്വാസമാണ് അവന്റെ ജീവിതത്തിന്റെ നട്ടല്ലായിട്ട് നിലകൊള്ളുന്നത് എന്ന് കാണാൻ കഴിയും. അതാണ് തുടർന്ന് പറയുവാൻ പോകുന്ന വിഷയമാണ് വിശ്വാസത്താലുള്ള നീതീകരണം. അതാണ് 17-ാം വാക്യത്തിന്റെ ഹെഡിങ് ആയിട്ട് പറയുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള കാര്യം. അത് 5-ാമത്തെ വാക്യം വരെ, 5-ാം അധ്യായം 11-ാം വാക്യം വരെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ചാണ് അവിടെ മുതൽ പറഞ്ഞു പോകുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ടാണ് എന്തിനാണ് നീതീകരണം ആവശ്യം, എന്താണ് ഈ നീതീകരണത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ആരംഭത്തില് ആ 1, 2,
3 അധ്യായങ്ങളുടെ ഭാഗങ്ങളിൽ പൗലോസ് വിശദീകരിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ നീതീകരണം? മനുഷ്യനെല്ലാം പാപികളാണ്. ആ പാപികളായതുകൊണ്ടാണ് അവർക്ക് ഈ നീതീകരണം ആവശ്യമായി വന്നിരിക്കുന്നത്. അങ്ങനെ പൗലോസ് പാപത്തെക്കുറിച്ചും പാപികളെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ, ഒന്നാമത് എല്ലാ മനുഷ്യരും, സാധാരണ മനുഷ്യരെല്ലാം പാപികളാണ് എന്ന് പറയുകയാണ്. 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങൾ പറയുന്നത് ധാർമ്മിക മനുഷ്യൻ അഥവാ റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭക്തിയോടെ ജീവിക്കുന്നവരായ ആളുകൾ, അവർ മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ സാധാരണ മനുഷ്യരല്ല. അവർ വളരെ സൽപ്രവർത്തികൾ ചെയ്ത്, ദാനധർമ്മങ്ങൾ ചെയ്ത്, ഭക്തിയോടെ ജീവിക്കുന്നവരായ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവരും പാപികളാണ് എന്നാണ് അവിടെ തെളിയിക്കുന്നത്. അങ്ങനെ നാം താഴോട്ട് വരുമ്പോൾ ആ കാര്യമാണ് കാണുന്നത്. ഈ ധാർമ്മിക മനുഷ്യരെ കുറിച്ച് നോക്കുമ്പോൾ അവര് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മതിപ്പുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. അവര് ഒരു കാര്യം പക്ഷേ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല അവരെ സംബന്ധിച്ച്. എന്താണ് അവരിലുള്ള കുഴപ്പം? അവർ സ്വയനീതിക്കാരാണ്. അവർ സ്വയം പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇന്ന ധർമ്മം കൊടുക്കുന്നുണ്ട്, പദാരം കൊടുക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്ന് അവര് വിളിച്ചു പറയുകയാണ്. സ്വയനീതിക്കാരാണ് സ്വയം അവർക്ക് ഇനി ഒരു നീതീകരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള നിലയിൽ അവർ കൊള്ളാവുന്നവരാണ് എന്ന് അവർ പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യുകയാണ്? നിങ്ങളും അതുപോലെ ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. നിങ്ങളും ദാനധർമ്മങ്ങൾ ചെയ്യണം, നന്മ ചെയ്യണം, നിങ്ങളും ഇതുപോലെ നീതിയും ന്യായവും ഒക്കെ അനുസരിച്ച് ജീവിക്കണം, നന്നായി ജീവിച്ചു കൊള്ളണം, നിങ്ങളുടെ നടപ്പ് ശരിയല്ല, നിങ്ങള് തെറ്റായ രീതിയിലാണ് പോകുന്നതെന്ന് അവരെ വിധിക്കുകയാണ്. വിധിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ തുടർന്നു പോകണം എന്ന് പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, മറ്റ് മതങ്ങളിലെ പണ്ഡിതന്മാർ, ഇവരെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ സ്വയം നന്നായി ജീവിക്കുന്നവരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അവരങ്ങനെയും ആണ്. എന്നാൽ അവരോട് പറയുകയാണ് 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 2:1, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല. അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നീ അതുതന്നെ പ്രവർത്തിക്കുന്നു. അതായത് ഞാൻ എങ്ങനെ നീതിമാനായിട്ട് ജീവിക്കുന്നു അതുപോലെ നിങ്ങളും ജീവിക്കണമെന്ന് വിധിക്കുന്ന, പ്രസംഗിക്കുന്ന, ഉപദേശിക്കുന്ന ആളിനോട്, വിധിക്കുന്ന ഏത് മനുഷ്യനോടും പറയുകയാണ്, നിനക്കും പ്രതിവാദമൊന്നും പറയാനില്ല. നീ പാപിയാണ് എന്നുള്ളതിന് പ്രതിവാദമായിട്ട് നിനക്കൊന്നും പറയുവാനായിട്ടില്ല. അന്യനെ വിധിക്കുന്ന, അന്യനെ ഉപദേശിക്കുന്ന അല്ലയോ നീ, നിന്നെ തന്നെ കുറ്റം വിധിക്കാത്തത് എന്ത്? നീ നിന്നെ തന്നെ അതിലൂടെ കുറ്റം വിധിക്കുകയാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീയും അതേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ദൈവം ഹൃദയങ്ങളെയാണ്, രഹസ്യങ്ങളെയാണ് നോക്കുന്നത്. മനുഷ്യൻ പുറമേയാണ് നോക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ എന്താണെന്ന്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും പുറമേ ഉള്ളതും എല്ലാവരുടെയും ഒരുപോലെയല്ല. പല മനുഷ്യർക്കും ഉള്ളിലെ ഭാവം എങ്ങനെയോ അതല്ല പുറത്ത് കാണുന്നത്. എന്നാൽ ഉള്ളിലും അകവും ഒരുപോലെ. ചിലർ പറയത്തില്ലയോ, ചക്കരയ്ക്ക് അകവും പുറവും ഇല്ല എന്ന് പറയുന്ന പോലെ അകമെങ്ങനെയോ അത് തന്നെ ആയിരിക്കണം പുറവും. വ്യത്യാസം വരരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നവോ അത് തന്നെ നിങ്ങളുടെ സ്വഭാവം പുറമേയുമായിരിക്കണം. അല്ലാതെ ഉള്ളിലൊന്നും പുറമേ മറ്റൊന്നും ആകരുത്. ഈ ധാർമ്മികമായിരിക്കുന്ന ആളുകൾ
അവര് പുറമേ നടിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്, അവർ നല്ലവരാണെന്ന്. എന്നാൽ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. അവന് അന്തരീന്ദ്രിയങ്ങളെ പരിശോധിക്കുന്നവനാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്. അവനത് മനസ്സിലാകും, ഓരോ മനുഷ്യന്റെയും സ്വഭാവം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവരെ നിനക്ക് പ്രതിവാദം പറയുവാനില്ല, നീയും അത് തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ്. ഇവിടെ പൗലോസ് രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്, ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ന്യായം വിധിക്കുന്നത് ഹൃദയങ്ങളെ നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ മറ്റും പറയുന്നുണ്ട്, ഇപ്പോൾ ആരെയും നിങ്ങൾ ന്യായം വിധിക്കരുത്, നിങ്ങൾ തന്നെ വിധിക്കരുത്. കാരണം നിങ്ങൾക്കറിയത്തില്ല എങ്ങനെയാ വിധിക്കേണ്ടതെന്ന്. വിധിക്കേണ്ടവൻ ദൈവമാണ്, ദൈവത്തിന് മാത്രമേ വിധിക്കുവാൻ അറിയുള്ളൂ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവസന്നദ്ധിയിൽ ഏത് മതഭക്തനായാലും ശരി, അവൻ ന്യായവിധിക്ക് വിധേയനാണ് എന്നാണ്. ന്യായപ്രമാണത്തിൽ 10 കൽപ്പനയുണ്ടല്ലോ. മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ ആ 10 കൽപ്പനകൾ പലതും തെറ്റിക്കുന്നു. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് ഇത്യാദി കാര്യങ്ങൾ, കള്ളസാക്ഷ്യം പറയരുത് ഇത്യാദി കാര്യങ്ങൾ. ഇതൊക്കെ മനുഷ്യന് മറ്റുള്ളവൻ പറയുമ്പോഴും ചെയ്യുമ്പോഴും അറിയാം, കാണാം. പക്ഷേ അതിൻ്റെ 10ാമത്തെ കൽപ്പനയുണ്ട്, അത് മോഹിക്കരുതെന്നാണ്. അത് പുറമേ ഉള്ള മനുഷ്യർക്ക് ആർക്കും അറിയത്തില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ മോഹം എന്താണ്, അവന്റെ ചിന്ത എന്താണ്. അത് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ഈ 10 കൽപ്പനകളിൽ ദൈവം നോക്കുന്ന ഒറ്റ കൽപ്പനയേ ഉള്ളൂ, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ആ 10ാമത്തെ കൽപ്പന. അത് വെച്ച് നോക്കുമ്പോൾ സകല മനുഷ്യരും പാപികൾ, ദൈവസന്നദ്ധിയിൽ പാപികളാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ന്യായവിധിയിൽ കടക്കാതിരിക്കുവാനുള്ള മാർഗം കർത്താവ് പറയുന്നുണ്ട്. ജനത്തോട് പറഞ്ഞ എന്താണ്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ കടക്കാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പറയുന്ന കർത്താവ് പറയുന്ന വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അപ്പൊ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ആരിൽ വിശ്വസിക്കണം? പിതാവായ ദൈവത്തിൽ വിശ്വസിക്കണോ, പുത്രനിൽ വിശ്വസിക്കണോ? ഇവിടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് നിങ്ങൾ എൻ്റെ വചനം കേട്ടിട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുക എന്നാണ്. അങ്ങനെയുള്ളവൻ ന്യായവിധിയിൽ കടക്കാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. അതായത് പിതാവിനെ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല എന്നാണ്. ഇനി യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, രണ്ടും ഒരാളാണ് എഴുതിയത്, യോഹന്നാന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനവും. യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ 5:13. എന്താണ് എഴുതിയിരിക്കുന്നത്? പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. 5:12. യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ പുത്രനിൽ വിശ്വസിക്കണം. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. അപ്പോൾ ന്യായവിധിയിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? പിതാവിൽ വിശ്വസിക്കണമോ അതോ പുത്രനിൽ വിശ്വസിക്കണമോ? യോഹന്നാൻ 3:16 നമുക്കറിയാവുന്ന വാക്യമാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. അത് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ
ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇവിടെ പിതാവിന് പകരമായിട്ട്, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ആർക്കും ഒട്ടറിയത്തുമില്ല, കാണാൻ ഈ ഒട്ട് കഴിയത്തുമില്ല. അപ്പൊ പിതാവിനെ വിശ്വസിക്കുന്നതിന് പകരം, പിതാവിനെ കാണുന്നതിന് പകരം, പിതാവിനെ അറിയുന്നതിന് പകരം പിതാവ് ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചതാണ്. അങ്ങനെ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നു. അവനിൽ വിശ്വസിക്കണം. അപ്പോൾ ഇവിടെ നാം വിശ്വസിക്കേണ്ടത് പിതാവിലോ പുത്രനിലോ എന്നുള്ള ചോദ്യത്തിന് നാം ദൈവത്തെ കാണുന്നത് പുത്രനിലൂടെയാണ്. പുത്രനിൽ വിശ്വസിക്കുന്നവന് പിതാവിൽ വിശ്വസിക്കുകയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്താണ് കർത്താവ് ഒടുക്കം ജനത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയത്? അവരുടെ കണ്ണിൽ നിന്ന് മറയുമ്പോൾ ദൂരെയുള്ള ആളുകൾ ശരിക്ക് കേൾക്കത്തക്കവണ്ണം കർത്താവ് ഉറക്കെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ പോയത് എന്താണ്? അവന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയത്, എന്നെ അയച്ചവനെ തന്നെ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ തന്നെ കാണുന്നു. ഇത് ഒടുവിലായിട്ട് തന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒടുക്കത്തെ ദിവസം ഒടുവിലായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയ കാര്യമാണ്. യോഹന്നാൻ 12:44-45. അപ്പോൾ നാം ഇന്ന് ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് തന്നിൽ വിശ്വസിക്കണം, പുത്രനിൽ വിശ്വസിക്കണം. അതാണ് ആ വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണത്. പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. 1 യോഹന്നാൻ 2:23. അപ്പോൾ പുത്രനെ സ്വീകരിക്കുക, നിഷേധിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ്. പുത്രനെ സ്വീകരിക്കുന്നവന് ജീവനുണ്ട്, നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ കടക്കയില്ല. പുത്രനെ വേണ്ട എന്ന് പറയുന്നവൻ, യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയുന്നവൻ, യേശുക്രിസ്തു ദൈവപുത്രനല്ല എന്ന് പറയുന്നവൻ ന്യായവിധിയിൽ കടക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുവൻ പിതാവുമായിട്ട് ബന്ധപ്പെടുന്നത്. പിതാവിനോട് കർത്താവ് പറഞ്ഞ തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവൻ ആകുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ. പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി തരണം. പുത്രനെ അറിയണമെങ്കിൽ പിതാവ് വെളിപ്പെടുത്തി തരണം. ആ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച പത്രോസ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞത്, ഇത് മനുഷ്യരക്തങ്ങളല്ല, ജഡരക്തങ്ങളല്ല, മനുഷ്യരാരുമല്ല നിന്നെ ബോധ്യപ്പെടുത്തിയത്, ഇത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ഞാൻ ദൈവപുത്രനാണെന്ന്. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ഒരുവന് വിശ്വസിക്കണമെങ്കിൽ പിതാവ് അവന് വെളിപ്പെടുത്തി നൽകണം, പിതാവ് അവനെ ആകർഷിക്കണം, പിതാവ് കൃപ ചെയ്യണം, പിതാവ് പുത്രന്റെ അടുക്കലേക്ക് അവനെ അയക്കണം. ഇനിയും പിതാവിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യും? ഏതെല്ലാം ഉപദേശം ആരെല്ലാം പറഞ്ഞാലും എങ്ങനെയൊക്കെ പഠിപ്പിച്ചാലും പിതാവിനെ കുറിച്ച് അറിയുവാൻ ആർക്കും കഴിയയില്ല. കർത്താവ് പറഞ്ഞത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന
പുത്രനല്ലാതെ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ മാത്രമേ അറിയുന്നുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അറിയണമെങ്കിൽ അത് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവനുമല്ലാതെ ആർക്കും അറിയുവാൻ കഴിയുകയില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തില് ഏതെങ്കിലും ധർമ്മങ്ങൾ ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ, ആ ധർമ്മങ്ങളെല്ലാം ശൂന്യം. അതുകൊണ്ട് ഒരു രക്ഷയുമില്ല. നന്നായി ജീവിക്കാമെന്ന് സ്വയം നീതിക്കാരായി ജീവിക്കുന്നവർക്ക് ഒരു കാലത്ത് നീതി ലഭിക്കുന്നതല്ല. അവരുടെ നീതി പ്രവൃത്തികളെല്ലാം ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെ അത്രേ. ദാനധർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാം, അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമെന്ന് ഒരുത്തൻ ചിന്തിക്കുന്നുവെങ്കിൽ, നീ വീണ്ടും ജനിക്കാത്തവനാണെങ്കിൽ നിനക്ക് ജീവനില്ല. നീ വീണ്ടും ജനിക്കാത്തിടത്തോളവും കാലം, വീണ്ടും ജനനം പ്രാപിക്കാത്തിടത്തോളവും കാലം നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും വിലയുണ്ടാകുകയില്ല. ദൈവസന്നദ്ധിയിൽ അത് പാഴായിട്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ സ്വയം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസന്നദ്ധിയിൽ അത് നീതീകരിക്കപ്പെടുന്നില്ല, അതിനെ ദൈവം അംഗീകരിക്കുന്നില്ല. ആകയാൽ ദൈവം വെച്ച ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ച് പോയെങ്കിൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ, രക്ഷിക്കപ്പെടുകയുള്ളൂ. ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ അത് വായിക്കുന്നുണ്ട്. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ, വിശ്വാസം എന്ന ഒരു വ്യവസ്ഥ ദൈവം വെച്ചിരിക്കുകയാണ്. ആ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെടാതെ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളെ വിശ്വാസത്തോടെ അംഗീകരിക്കാതെ ഒരു പാപിക്കും ഈ ലോകത്തിൽ രക്ഷയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് പുത്രനെ നോക്കിക്കൊണ്ട് രക്ഷ പ്രാപിക്കുക എന്നുള്ളത്. അതാണ് പത്രോസ് പ്രസംഗിച്ചത്, പെന്തക്കോസ് യഹൂദന്മാരോട് പ്രസംഗിച്ചത്. മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. മഹാപുരോഹിതന്മാരുടെയും ന്യായാധിപ സംഘത്തിന്റെയും മുമ്പിൽ പത്രോസിനെ കൈകെട്ടപ്പെട്ടവനായിട്ട് നിർത്തിയിരിക്കുകയാണ് ചോദ്യം ചെയ്യുവാൻ. കയ്യും കെട്ടിക്കൊണ്ട് അവരുടെ മുമ്പിൽ, ന്യായാധിപന്മാരുടെ മുമ്പിൽ, മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ, ആ ഹെരോദാവ് മഹാപുരോഹിതന്മാരായിരിക്കുന്ന കയ്യാഫാവ്, അന്നാസ്, അലക്സാണ്ടർ, യോഹന്നാന് മുതലായിരിക്കുന്ന മഹാപുരോഹിതന്മാര് അക്കാലത്തുണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ചാണ് പത്രോസ് കൈകെട്ടപ്പെട്ടവനായിട്ട് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതാണ് യേശുക്രിസ്തുവിന്റെ നാമം. ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ പാപങ്ങൾക്ക് മോചനമില്ല, നീതീകരണമില്ല. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ അല്ലാതെ ലോകത്തിലാരും നീതീകരിക്കപ്പെടുകയില്ല. മറ്റെന്തെല്ലാം ധർമ്മങ്ങൾ ചെയ്താലും, ഏതെല്ലാം മതങ്ങളിൽ തേടിപ്പോയാലും, എവിടെയൊക്കെ പോയാലും രക്ഷ ലഭിക്കുന്നതല്ല. ന്യായവിധിയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടേ വരികയുള്ളൂ. പാപത്തിന്റെ ശിക്ഷ ഏറ്റേ മതിയാകുകയുള്ളൂ. പാപത്തിന്റെ പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. അതാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നാം ചിന്തിച്ചത് പൂർത്തിയായില്ല. എന്നാൽ നാം ചിന്തിച്ച രണ്ട് കാര്യങ്ങൾ, സാധാരണ മനുഷ്യരെല്ലാം പാപികളാണ്. മറ്റ് ദാനധർമ്മങ്ങളും സൽപ്രവർത്തികളും ചെയ്ത് ജീവിക്കുന്ന ധാർമ്മിക മനുഷ്യർ, മതപരമായിട്ടുള്ള റിലീജിയസ് പീപ്പിൾ, അവരും പാപികളാണ്. അവരുടെ പ്രവൃത്തികളൊന്നും ദൈവസന്നദ്ധിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല. തുടർന്ന് ഉള്ള ഭാഗത്ത് പിന്നെയും പറയുകയാണ്, യഹൂദൻ എന്ത് വിശേഷത? യഹൂദനും പാപി തന്നെ.
ഇങ്ങനെ സർവ്വലോകവും ദൈവസന്നദ്ധിയിൽ പാപികളാണ്. ആ പാപികൾക്ക് രക്ഷപ്പെടുവാൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലല്ലാതെ രക്ഷ വേറെ ഇല്ല. അതാണ് എന്റെ സുവിശേഷം. ആ സുവിശേഷം പറയുവാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. അത് പറയുവാൻ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. അതിനായിട്ടാണ് ഞാൻ നിങ്ങളെയും കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് റോമിലുള്ള വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗങ്ങൾ വീണ്ടും വായിച്ചു നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.